യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ എന്തിനേയും പേടിക്കുന്ന, ഭയപ്പാടോടെ കാണുന്ന ചിലരുണ്ട്. ഒരു വാക്ക് സംസാരിക്കാൻ പോലും ഇവർക്ക് ഭയമായിരിക്കും. ആൾക്കൂട്ടത്തെ ഭയമുള്ള ആളുകളുണ്ട്. അന്തർമുഖരായി കഴിയുന്നവരുമുണ്ട്. എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നവർ ചുരുക്കമാണ്. രക്ഷപ്പെട്ടവരെ കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതമുണ്ടാകും. അന്ന് ഭീരുവായിരുന്ന, കഴിവില്ലാത്ത, മുഖത്തു നോക്കുവാൻ മടിയുള്ള അവനാണോ ഇവൻ എന്ന്. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 5 മുതൽ 32 വരെ വായിക്കുമ്പോൾ മത നേതാക്കന്മാർ അറസ്റ്റ് ചെയ്ത പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും വിസ്താരം നമുക്ക് വായിക്കാൻ കഴിയും. മഹാപുരോഹിതനായ കയ്യാഫും ഹന്നാവും ബാക്കിയുള്ള ചിലരും ഇവരെ വിസ്തരിച്ചു തുടങ്ങി. അവർക്കറിയേണ്ടത് ഏത് ശക്തിയാൽ, ഏത് നാമത്താൽ ഇത് ചെയ്തു എന്നാണ്. പത്രോസ് അതിന് മറുപടി പറഞ്ഞേ മതിയാകും. ദേവാലയവാതിക്കലിരുന്ന മുടന്തന്റെ സൗഖ്യം ഏത് നാമത്തിൽ, ഏത് ശക്തിയാൽ നടന്നുവെന്ന് അവർക്കറിയണം. സൗഖ്യമായത് കണ്ട് അനേകർ സന്തോഷിച്ചു, അനേകർ യേശുവിൽ വിശ്വസിച്ചു. എന്നാൽ മത നേതാക്കൾക്ക് അത് ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല. കാരണം ഈ മാർഗത്തിലേക്ക് ചേരുന്നവരുടെ എണ്ണം ദിവസം പ്രതി പെരുകുകയാണ്. പത്രോസിന് വേണമെങ്കിൽ തന്നെ മഹത്വപ്പെടുത്താമായിരുന്നു. എന്നാൽ മുടന്തന്റെ സൗഖ്യം യേശുവിൻ്റെ നാമത്തിലാണ് നടന്നത് എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞു. അതുമാത്രമല്ല, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം ഉയർപ്പിച്ചു. ആ യേശുവിൻ്റെ തന്നെ നാമത്തിലാണ് സൗഖ്യം നടന്നത് എന്നത് ഉറപ്പിച്ചു പറയുകയും ചെയ്തു. 11-ാം വാക്യത്തിൽ പറയുന്നു, വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ ആ കല്ല് ഇപ്പോൾ മൂലക്കല്ലായി മാറിയെന്ന്. അത് മറ്റാരുമല്ല, യേശുക്രിസ്തു തന്നെ. 12-ാം വാക്യം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും അധികം ഉറപ്പിച്ച് പറയേണ്ട കാര്യമാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം മാത്രമേ ഉള്ളൂ. അത് യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. രക്ഷ ക്രിസ്തുയേശു എന്ന നാമത്തിൽ കൂടി മാത്രമേ ഉള്ളൂ. രക്ഷ പ്രാപിക്കുവാൻ മനുഷ്യൻ പല കാര്യങ്ങളും ചെയ്യുന്നു. നന്മ പ്രവൃത്തികൾ ചെയ്യുക, ശരീരത്തെ ദണ്ഡിപ്പിക്കുക, മന്ത്രജപങ്ങൾ ചെയ്യുക, മൃഗങ്ങളെ ബലി കഴിപ്പിക്കുക, പണം കൊടുക്കുക, ഇവയൊന്നും നമുക്ക് നിത്യരക്ഷ നൽകുന്നില്ല. നിത്യരക്ഷ യേശുവിലൂടെ മാത്രം, ആത്മരക്ഷ യേശുവിലൂടെ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. പത്രോസ് സംസാരിക്കുന്നത് കേട്ട് സെൻഹദ്രിൻ സംഘത്തിലെ അംഗങ്ങൾക്ക് അത്ഭുതം തോന്നി. നമുക്കും തോന്നിയില്ലേ ഇത്? കാരണമുണ്ട്. യേശുവിൻ്റെ വിസ്താരവേളയിൽ ഇതേ മഹാപുരോഹിതൻ്റെ ഭവന അങ്കണത്തിൽ വെച്ച് വെറുമൊരു ബാല്യക്കാരിയുടെ മുമ്പിൽ താൻ യേശുവിൻ്റെ അനുയായി എന്ന് പറയുവാൻ ഭയപ്പെട്ടവനാണ് പത്രോസ്. ഇപ്പോഴിതാ ന്യായാധിപ സംഘത്തിന് മുൻപിൽ അവരോട് ധൈര്യത്തോടെ പറയുന്നു, നിങ്ങൾ കൊന്ന യേശുവിനെ ദൈവം ഉയർപ്പിച്ചു. ആ നാമത്തിലാണ് മുടന്തൻ സൗഖ്യം പ്രാപിച്ചത്. യേശുവിനിൽ മതനേതാക്കൾ കണ്ട ഒരു കുറ്റം, ഇവൻ അധികാരത്തോടെ സംസാരിക്കുന്നു എന്നാണ്. ഇവിടെ യേശുവിൻ്റെ ശിഷ്യനിലും ഈ അധികാരവും ധൈര്യവും അവർക്ക് ഇപ്പോൾ കാണുവാൻ സാധിച്ചു. 13-ാം വാക്യം വായിക്കുമ്പോൾ അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കണ്ടു. പഠിപ്പില്ലാത്തവരും സാമാന്യരും എന്ന് കണ്ട് ആശ്ചര്യപ്പെട്ടു. എന്നാൽ ഇവർക്ക് ഈ ധൈര്യവും അധികാരവും കിട്ടുവാൻ കാരണം അവർ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ എന്ന ഒറ്റ ഒരു കാര്യം മാത്രമായിരുന്നു. പ്രിയ ദൈവപൈതലേ, നാമും യേശുവിനോട് കൂടെയുള്ളവർ എന്ന് ജനം തിരിച്ചറിയാൻ നമ്മിലുള്ള ഗുണങ്ങൾ നമ്മെ സഹായിക്കും. ഭീരുവായിരുന്ന പത്രോസ് ധൈര്യമുള്ളവനായി മാറിയതുപോലെ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ ഇവർ പഠിച്ചവരെ പോലെയും അസാമാന്യരുമായി മാറാൻ കാരണം യേശുവിനോടുകൂടെ അവർ ആയിരുന്നു എന്നതായിരുന്നു. യേശുവിൻ്റെ നാമം വഹിക്കുന്ന യേശുവിൻ്റെ ശിഷ്യന്മാരായിരുന്ന അവർ മാത്രവുമല്ല, യേശു വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് അവർക്ക് ഈ മാറ്റം ഉണ്ടായത്. വാക്കുകളേക്കാൾ പ്രവൃത്തി അധികം സംസാരിക്കുന്നു. സൗഖ്യം പ്രാപിച്ചവൻ ക്രിസ്തു ശിഷ്യന്മാരോട് കൂടെ നിൽക്കുന്നതിനാൽ ഈ അത്ഭുതം നിഷേധിക്കാൻ കഴിയുമായിരുന്നതുമില്ല. എന്നിട്ടും തങ്ങൾ ക്രൂശിച്ച യേശു ദൈവമാണ് എന്ന് വിശ്വസിക്കാനോ മാനസാന്തരപ്പെടാനോ യഹൂദന്മാർക്ക് മനസ്സ് തോന്നിയില്ല. ഇന്നും ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ കണ്ടിട്ടും വ്യക്തികളുടെ അത്യത്ഭുതമായ മാറ്റങ്ങൾ കണ്ടിട്ടും യേശുവിൻ്റെ നാമത്തിലുള്ള വീര്യപ്രവർത്തികൾ കണ്ടിട്ടും കേട്ടിട്ടും വിശ്വസിക്കാൻ കഴിയാതെ ഒരു കൂട്ടം ഈ മഹാപുരോഹിതന്മാരെ പോലെയും ശാസ്ത്രിമാരെ പോലെയും മാറി നിൽക്കുന്നുണ്ട്. തങ്ങളുടെ സ്ഥാനമാനങ്ങൾ, പദവി, സമൂഹത്തിലുള്ള സ്ഥാനം, ഇവയ്ക്കൊക്കെ ഹാനി വരും എന്ന പേടിയാൽ അകലം വിട്ട് നിൽക്കുന്നവരാണ് ഈ കൂട്ടർ. യേശുവിൻ്റെ നാമത്തിൽ ഇനിമേൽ സംസാരിക്കരുത് എന്ന് സംഘം തർജ്ജനം ചെയ്ത് അവരെ വിട്ടയച്ചു. അതിന് പത്രോസ് എന്ത് മറുപടി പറഞ്ഞു?
വാക്യം 20 പറയുന്നു, ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുന്നതല്ല എന്നതായിരുന്നു ആ മറുപടി. യേശുവിൻ്റെ കൽപ്പനയായിരുന്നു സാക്ഷിയാകുവാൻ. മാത്രമല്ല, യേശുവിൽ അവർക്ക് ഉറച്ച വിശ്വാസവും ഉണ്ടായിരുന്നു. പത്രോസ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് കരുതിയില്ല, ശിക്ഷയെ ഭയപ്പെട്ടുമില്ല. എന്നാൽ കർത്താവിൻ്റെ നാമം ഉയരണം, അതുമാത്രമായിരുന്നു പത്രോസിൻ്റെ ആഗ്രഹം. മശിഹായെ തള്ളിക്കളഞ്ഞ യഹൂദന്മാർക്ക് അത് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തു. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലാണ് എന്ന്. മൂലക്കല്ലില്ലാതെ ഒരു കെട്ടിടം പണി നടക്കുകയില്ല, അടിസ്ഥാനം പൂർണ്ണമാകുകയില്ല. ഇതൊക്കെ എങ്ങനെ പത്രോസിന് പറയാൻ കഴിഞ്ഞു? പരിശുദ്ധാത്മ നിറവിനാൽ സാധിച്ചു എന്നാണ് അതിനുള്ള ഉത്തരം. അബ്രഹാമിൽ കൂടെയോ മോശയിൽ കൂടെയോ അല്ല രക്ഷ, മറിച്ച് യേശുവിൻ്റെ നാമത്തിൽ മാത്രമാണ് രക്ഷ. മുടന്തൻ ശാരീരികമായ സൗഖ്യം പ്രാപിച്ചു. എന്നാൽ ആത്മീയമായ അംഗവൈകല്യമുള്ള ന്യായാധിപ സംഘത്തെ സൗഖ്യമാക്കുവാൻ പത്രോസിൻ്റെ വാക്കുകൾക്ക് സാധിച്ചില്ല. കാരണം അവർ തള്ളിക്കളഞ്ഞ കല്ല് ക്രിസ്തു അല്ലെങ്കിൽ മശിഹയാണെന്നവർ ഇന്നും വിശ്വസിക്കുന്നില്ല. നാം എവിടെയായിരുന്നാലും അവിടെയൊക്കെയും യേശുവിൻ്റെ നാമത്തെ ഉയർത്തുക. ഭയം കൂടാതെ ഞാൻ യേശുവിൻ്റെ ശിഷ്യനെന്ന് പറയുന്നതിൽ ലജ്ജ വിചാരിക്കരുത്. പത്രോസും യോഹന്നാനും തങ്ങൾക്ക് കിട്ടിയ അവസരം നന്നായി പ്രയോജനപ്പെടുത്തി. സുവിശേഷ സത്യങ്ങൾ മുഴുവൻ മതകോടതിക്ക് മുമ്പാകെ അവർ പറഞ്ഞു. മതകോടതിയുടെ വിധി ഇങ്ങനെയായിരുന്നു: യേശുവിൻ്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കുകയും അരുത്. അത് കേട്ട അവർ മടങ്ങിപ്പോകാതെ തക്ക മറുപടി തന്നെ അവർക്ക് നൽകുന്നു. ദൈവത്തെക്കാളധികം നിങ്ങളെ അനുസരിക്കുന്നത് ന്യായമോ? ദൈവത്തിൻ്റെ മുൻപാകെ ന്യായമോ എന്ന് വിധിപ്പീൻ. നിങ്ങൾ ദേശത്തിൻ്റെ അല്ലെങ്കിൽ മതത്തിൻ്റെ ന്യായാധിപന്മാരാണ്, മതപ്രതിനിധികളാണ്. ദൈവത്തെ അനുസരിക്കണോ നിങ്ങളെ അനുസരിക്കണോ? അവർക്ക് ഇരുകൂട്ടർക്കും അറിയാമായിരുന്നു ദൈവത്തെ അനുസരിക്കുന്നത് പ്രധാനമായ കാര്യമാണ് എന്ന്. മറുപടി ഒന്നും പറയാതെ അവർ ശിഷ്യന്മാരെ വിട്ടയച്ചു. പ്രിയ ദൈവപൈതലേ, ചില തീരുമാനങ്ങൾ ദൈവത്തിന് വേണ്ടി എടുക്കുമ്പോൾ എതിർക്കാനായി ഒരു കൂട്ടം അന്നും ഇന്നുമുണ്ട്. ആകയാൽ ദൈവത്തിന് കീഴടങ്ങുവാൻ, പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പരമാധികാരിയായ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവശബ്ദം കേൾക്കുക, അതനുസരിക്കുക. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.